ഒട്ടുമിക്ക പുരുഷന്മാരും പോൺ കാണുന്നത് ആ പോൺ സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കി രതിമൂർച്ചയിൽ എത്തുന്നത് കാണുന്നതിന് വേണ്ടിയാണ്. അതായത് ഒരു സ്ത്രീയുടെ ലൈംഗിക ആനന്ദമാണ് ഒട്ടുമിക്ക പോൺ സിനിമ കാണുന്ന പുരുഷന്മാരുടെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പല പുരുഷന്മാർക്കും ഒരു ദാമ്പത്യ ബന്ധത്തിൽ പ്രവേശിക്കുമ്പോൾ സെക്സിൽ താല്പര്യമില്ലാതാകുന്നതും വീണ്ടും പോൺ കാണുന്നതിലേക്ക് തിരികെ പോകുന്നതുമൊക്കെ? ഈ ഒരു വിഷയത്തെ പറ്റി ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സെക്സ് റിസർച്ചറും കാനഡയിലെ ദ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജിയിലെ പ്രൊഫസറുമായ ഡോക്ടർ ലോറി ബ്രെട്ടോയാണ്. ഡോക്ടർ ലോറി ബ്രിട്ടീഷ് കൊളംബിയയുടെ വിമൻസ് ഹോസ്പിറ്റലിൻ്റെ വിമൻസ് ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും എഴുത്തുകാരിയും നെറ്റ്ഫ്ലിക്സിലെ ദ പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്ന ഡോക്യുമെൻ്ററി സീരീസിലെ താരവും കൂടിയാണ്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. പോൺ പുരുഷന്മാരിൽ ലൈംഗികതയെ പറ്റി തെറ്റായ പ്രതീക്ഷകളാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഡോക്ടർ ലോറി പറഞ്ഞത്. പല പോൺ സിനിമകളിലും കാണിക്കുന്നത് ഒരു സ്ത്രീ വളരെ എളുപ്പത്തിൽ ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സിലൂടെ മാത്രം രതിമൂർച്ചയിൽ എത്തുന്നതായിട്ടാണ്. എന്നാൽ യഥാർത്ഥ സെക്സിൽ 80% സ്ത്രീകൾക്ക് ഇതിന് സാധ്യമല്ല. ഒരു സ്ത്രീക്ക് രതിമൂർച്ചയിലെത്തുന്നതിന് വേണ്ടി അവരുടെ ക്രിസരിയുടെ സ്റ്റിമുലേഷനും കൂടെ വളരെ ആവശ്യമാണ്. ഒരു സ്ത്രീയുടെ വൾവയ്ക്ക് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പയറുമണിയുടെ വലിപ്പം മാത്രം തോന്നിക്കുന്ന അവയവമാണ് ഈ ക്രിസരി എന്ന് പറയുന്നത്. അപ്പം പോൺ സിനിമ കണ്ടിട്ട് അതുപോലെ തന്നെയാണ് യഥാർത്ഥ സെക്സും എന്ന് പുരുഷന്മാർ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും സെക്സിൽ നിരാശരാകും. അതുപോലെ തന്നെ ഡോക്ടർ ലോറി പറഞ്ഞ വേറൊരു കാര്യം, പല പുരുഷന്മാരും ആ ലൈംഗിക പ്രവൃത്തിയിലുള്ള ഒരു അമിത ആകാംക്ഷ കാരണം, അതായത് തനിക്ക് തൻ്റെ പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുമോ, താൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ, തൻ്റെ പങ്കാളിക്ക് ശരിക്കും തന്നെ ഇഷ്ടമാണോ, അതോ വേറെ ആരെങ്കിലുമാണോ കൂടുതൽ താല്പര്യം എന്ന് തുടങ്ങി ആവശ്യമില്ലാത്ത പല കാര്യങ്ങളെപ്പറ്റിയും ആലോചിച്ച് വിഷമിക്കാറുണ്ട്. ഇത് അവരുടെ മനസ്സിനെ സ്വാധീനിക്കുകയും അങ്ങനെ ആ ലൈംഗിക പ്രവൃത്തിയെ തന്നെ ബാധിക്കുകയും ഒക്കെ ചെയ്യും. ഈ ഒരു ചിന്താഗതിയിൽ നിന്ന് പലപ്പോഴും പുരുഷന്മാർക്ക് അവരുടെ മനസ്സിനെ മോചിപ്പിക്കാൻ സാധിക്കുകയില്ല. ഇതിന് പരിഹാരമായിട്ട് ഡോക്ടർ ലോറി പറഞ്ഞത് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യാനാണ്. ഈ മൈൻഡ്ഫുൾനെസ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് തൻ്റെ പുസ്തകത്തിൽ പ്രായോഗികമായിട്ട് എക്സർസൈസുകൾ സഹിതം വിവരിച്ചിട്ടുണ്ട് എന്നും ഡോക്ടർ ലോറി പറഞ്ഞു. ഈ യോഗയും ഒരു മൈൻഡ്ഫുൾനെസ് ടെക്നിക്ക് തന്നെയാണ്. ഈ യൂറോളജിസ്റ്റുകളും ഗൈനക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും ഒന്നും സെക്സോളജിസ്റ്റുകളല്ല. അവരുടെ പ്രാഗൽഭ്യം എന്ന് പറയുന്നത് ലൈംഗിക രോഗങ്ങളും മാനസിക രോഗങ്ങളും ഒക്കെ ചികിത്സിക്കുന്നതിലാണ്. ഒട്ടുമിക്ക ലൈംഗിക പ്രശ്നങ്ങളും, അതായത് ഏകദേശം 80 മുതൽ 90% വരെയുള്ള ലൈംഗിക പ്രശ്നങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി മരുന്ന് കഴിച്ചോ ഇഞ്ചക്ഷൻ ചെയ്തോ സർജറി ചെയ്തോ ഒന്നും നേരെയാക്കേണ്ട രോഗങ്ങളല്ല. അതുണ്ടാകുന്നത് പ്രധാനമായിട്ടും നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനമില്ലാത്ത കെട്ടുകഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ്. അപ്പം ഈ ഒരു സ്വാധീനത്തിൽ നിന്ന് മുക്തമാകാൻ നമുക്ക് വേണ്ടത് സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ഒരു കൗൺസിലിങ്ങും തുറന്ന സംഭാഷണവും മാത്രം മതി. നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ മാറ്റിമറിക്കാനുള്ളൊരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പുരുഷന്മാരിലെ ലൈംഗിക ഉത്തേജനത്തിൻ്റെ പ്രകടമായ തെളിവെന്ന് പറയുന്നത് ഉദ്ധാരണമാണ്. അങ്ങനെയാണെങ്കിൽ സ്ത്രീകളിലെ ലൈംഗിക ഉത്തേജനത്തിൻ്റെ പ്രകടമായ തെളിവ് എന്താണ്? ഇത് കണ്ടുപിടിക്കാനായിട്ട് ദശകങ്ങൾ നീണ്ട പഠനങ്ങൾ നടത്തിയിട്ട് പോലും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാണ് ഡോക്ടർ ലോറി പറഞ്ഞത്. തൻ്റെ റിസർച്ച് ലാബിൽ ഉപയോഗിക്കുന്ന ഉപകരണമായ വെജിനൽ പ്ലെത്തസ്മോഗ്രാഫ് ഉപയോഗിച്ച് പോലും ഇതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ഡോക്ടർ ലോറി പറഞ്ഞു. ഒരു സ്ത്രീയുടെ ലൈംഗിക ഉത്തേജനം എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അവരുടെ യോനിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു ഉപകരണമാണ് ഈ വെജിനൽ പ്ലെത്തസ്മോഗ്രാഫ് എന്ന് പറയുന്നത്. പലരും സ്ത്രീകൾക്ക് ഒരു ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിന് മുൻപ് അവരുടെ യോനിയിൽ ഉണ്ടാകുന്ന ലൂബ്രിക്കേഷനെ ലൈംഗിക ഉത്തേജനത്തിൻ്റെ ഒരു തെളിവായിട്ട് കണക്കാക്കാറുണ്ട്. ഈ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നതാണ് ഒരു സ്ത്രീയുടെ യോനി ആ ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ആ ലൈംഗിക പ്രവൃത്തി സുഖകരമാക്കുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന ഓയിലി ആയിട്ടുള്ള ദ്രാവകം. പക്ഷേ ഈ ലൂബ്രിക്കേഷനെ ലൈംഗിക ഉത്തേജനത്തിൻ്റെ തെളിവായിട്ട് കണക്കാക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഡോക്ടർ ലോറി പറഞ്ഞത്. കാരണം അത് ഒരു സ്ത്രീയുടെ യോനി സംരക്ഷണത്തിന് വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ദ്രാവകമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ലൈംഗിക പ്രവൃത്തിയിലും ഈ ലൂബ്രിക്കേഷൻ സംഭവിക്കാറുണ്ട്. അതായത് അനുവാദത്തോടു കൂടെയുള്ള ലൈംഗിക പ്രവൃത്തിയിലും അനുവാദമില്ലാത്ത ലൈംഗിക പ്രവൃത്തിയിലുമൊക്കെ. അപ്പം ഈ ലൂബ്രിക്കേഷനെ ഒരു ലൈംഗിക ഉത്തേജനത്തിൻ്റെ തെളിവായിട്ട് കണക്കാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ പിന്നെ എന്താണ് മാർഗം? ഒരേ ഒരു മാർഗമേ ഉള്ളൂ, നേരിട്ട് ചോദിക്കുക. അതിൻ്റെ ഉത്തരം എന്താണോ അവൾ പറയുന്നത് അതാണ് ശരി എന്ന് ഡോക്ടർ ലോറി പറഞ്ഞു.